Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 57. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. പിറ്റേ ദിവസം രാവിലെ ദേവൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുമുള്ള 4 പോലീസുകാർ തോക്കും പിടിച്ച് അവനെയും കാത്തു വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു. കാടിനുള്ളിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് വരുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് അവരെത്തിയത്. ASI വർഗീസ് സസ്പെൻഷനിലായതുകൊണ്ട് പകരം ചാർജ് ഉണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ജോസഫിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു അവർ. ജീപ്പിൽ നിന്നും ഇറങ്ങിയ ദേവൻ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് സാർ. പോലീസുകാർ ഒറ്റയടിക്ക് സല്യൂട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ്. ദേവൻ തിരിച്ചും സല്യൂട്ട് നൽകി. എല്ലാവരും റെഡിയല്ലേ? യെസ് സാർ. പ്രതാപ സാർ പറഞ്ഞതനുസരിച്ച് ആവശ്യമായ ആയുധങ്ങളും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാൾ മറുപടി നൽകി. നല്ലത്. തല കുലുക്കിയിട്ട് ദേവൻ ജോസഫിന് നേരെ തിരിഞ്ഞു. ജോസഫേ, ബാലചന്ദ്രനോടും അൻവറിനോടും ലീനയോടും കാട്ടിലേക്ക് പോകാൻ തയ്യാറാകാൻ പറയും. 10 മണിക്ക് മുന്നേ തിരുവനന്തപുരത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തും. അവർ വന്ന ഉടനെ നമുക്ക് ഇറങ്ങണം. ശരി സാർ. ജോസഫ് അകത്തേക്ക് നടന്നു. ദേവൻ തന്റെ ക്യാബിനിലേക്ക് കയറി ആവശ്യമായ ഫയലുകളും കാടിന്റെ മാപ്പും ഒക്കെ എടുത്തു വെച്ചു. വിശ്വൻ പറഞ്ഞതനുസരിച്ച് ആദിവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ദൗത്യമാണ് ഇന്ന് തീർക്കാനുള്ളത്. കൃത്യം 10 മണിക്ക് തന്നെ ഒരു ഗവൺമെന്റ് വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്നുമുള്ള 3 ഉദ്യോഗസ്ഥർ സ്റ്റേഷൻ മുറ്റത്തേക്ക് വന്നിറങ്ങി. റവന്യൂ വകുപ്പിലെയും ട്രൈബൽ വെൽഫെയർ ബോർഡിലെയും ഉദ്യോഗസ്ഥരായിരുന്നു അവർ. ദേവൻ പുറത്തേക്കിറങ്ങി അവരെ സ്വീകരിച്ചു. വെൽക്കം സാർ, ഞാൻ ദേവനന്ദൻ, ഇവിടുത്തെ SHO ആണ്. വെളിയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ സ്വയം പരിചയപ്പെടുത്തി. നമസ്കാരം. കൂട്ടത്തിൽ അല്പം പ്രായമുള്ള ആളാണ് ദേവന് കൈ കൊടുത്തത്. ഞാൻ സതീഷ്, ഇത് രമേഷ്, പിന്നെ ഇത് മാത്യു. മന്ത്രി വിശ്വനാഥ് സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അറിയാം സാർ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വിശ്വൻ എന്റെ സുഹൃത്താണ്. ദേവൻ പുഞ്ചിരിച്ചു. എങ്കില് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങിയാലോ? കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്താൽ നമുക്ക് ഇരുട്ടുന്നതിന് മുൻപ് തിരികെ ടൗണിലേക്ക് എത്താമല്ലോ? സതീഷ് ചോദിച്ചു. തീർച്ചയായും. നിങ്ങൾക്ക് വേണ്ടി ഒരു 4 വീൽ ഡ്രൈവ് താർ ഒരുക്കിയിട്ടുണ്ട്. കാടിനകത്തേക്ക് പോകാൻ അതാ നല്ലത്. ഞങ്ങൾ 2 ബൊലേറോകളിലായിട്ട് നിങ്ങൾക്ക് മുന്നിലും പിന്നിലും എസ്കോർട്ട് നിൽക്കാം. അകത്തേക്ക് കയറിയിട്ട് അവൻ ജോസഫിനോട് പറഞ്ഞു. ജോസഫേ, സ്റ്റേഷനിലെ 2 റൈഫിളുകൾ കൂടി വണ്ടിയിലേക്ക് എടുത്തു വെച്ചേക്ക്. കാടാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതും പറഞ്ഞുകൊണ്ട് ദേവൻ തന്റെ സർവീസ് പിസ്റ്റൾ എടുത്ത് അരയിൽ തിരികി. ദേവൻ നൽകിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെ അധികം താമസിയാതെ അവർ വാഹനങ്ങളിലേക്ക് കയറി. പോലീസുകാരുടെ അകമ്പടിയോടെ ആദിവാസി ഉരുകൾ ലക്ഷ്യമാക്കി വാഹനങ്ങൾ കാടിന്റെ ഉള്ളറകളിലേക്ക് കുതിച്ചു. 3 വാഹനങ്ങളുടെ ഒരു വ്യൂഹമായിട്ടാണ് അവർ കാട്ടിലേക്ക് തിരിച്ചത്. മുന്നിൽ ദേവനും ജോസഫും അൻവറും ലീനയും അടങ്ങുന്ന സംഘം കയറിയ പോലീസ് ബൊലേറോ. നടുക്ക് തിരുവനന്തപുരത്തു നിന്നും വന്ന ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ ഒരുക്കിയിരിക്കുന്ന താറ്. അതിനും പുറകിലായി സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുമുള്ള 4 സായുധ പോലീസുകാർ കയറിയ മറ്റൊരു ബൊലേറോ. കാടിനകത്തേക്കുള്ള വഴിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വാഹനം നിർത്തിയപ്പോൾ ബീറ്റ് ഓഫീസർ ദാസനും അവർക്കൊപ്പം ചേർന്നു. വൻമരങ്ങൾ അതിരിട്ട കാട്ടുപാതയിലൂടെ വണ്ടികൾ ഇരമ്പിയാർത്ത് മുന്നോട്ടു പോയി. സൂര്യപ്രകാശം പോലും എത്തി നോക്കാൻ മടിക്കുന്ന ഇരുണ്ട വഴികൾ. കാട്ടുപക്ഷികളുടെയും ചീവീടുകളുടെയും ശബ്ദങ്ങൾ ആ യാത്രയ്ക്ക് വല്ലാത്തൊരു നിഗൂഢത നൽകി. കുണ്ടും കുഴിയും നിറഞ്ഞ മൺപാതയിലൂടെ ഒരു വിധത്തിലാണ് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ആദിവാസി ഊരിലെത്തി. പോലീസിനെയും അപരിചിതരായ ഉദ്യോഗസ്ഥരെയും കണ്ടപ്പോ ഊരിലെ ജനങ്ങൾ അല്പം ഭയത്തോടെ മാറി നിന്നെങ്കിലും ദേവനെ കണ്ടതും ഊരുമൂപ്പൻ പരിചയം നിറഞ്ഞ ചിരിയോടെ മുന്നോട്ട് വന്നു. ഉദ്യോഗസ്ഥർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പഴയ ലിസ്റ്റ് വെച്ച് കുടുംബങ്ങളുടെ എണ്ണം ഒരിക്കൽ കൂടി തിട്ടപ്പെടുത്തി. മൂപ്പ, മന്ത്രി വിശ്വനാഥൻ സാറ് പറഞ്ഞിട്ടാ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ വേഗത്തിലാക്കാനാ ഈ വരവ്. നിങ്ങൾക്ക് പുറത്ത് നല്ല വീടും കൃഷി ചെയ്യാൻ സ്ഥലവും സർക്കാർ നൽകും. അതിന് നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ ഞങ്ങൾക്ക് നൽകണം. പ്രധാന ഉദ്യോഗസ്ഥനായ സതീഷ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അത് കേട്ടതും മൂപ്പന്റെ മുഖത്ത് ഒരു സംശയം നിഴലിച്ചു. അയാൾ ഉദ്യോഗസ്ഥരെയും ദേവനെയും മാറി മാറി നോക്കിക്കൊണ്ട് മുൻപൊരിക്കൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചു. ഇവിടത്തെ ഞമ്മടെ കൊരല് പുറത്തുള്ളവർക്ക് കൊടുത്താ വലിയ പൈസ കിട്ടുന്നാണല്ല അവര് പറഞ്ഞത്. സർക്കാർ തരുന്നതിനേക്കാളും പൈസ അവര് തരുന്നാലോ? പൈസ കിട്ടിയാൽ ഞമ്മക്ക് വേറെ എടുത്ത് പോയി പാർക്കല്ല. മൂപ്പൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ സതീഷും കൂടെയുള്ളവരും
അത്ഭുതത്തോടെ ദേവനെ നോക്കി. എന്താ ഇവരീ പറയുന്നേ? ഇവരുടെ സ്ഥലം പുറത്തുള്ളവർക്ക് കൊടുക്കുന്ന കാര്യമോ? സതീഷ് നെറ്റി ചൊളിച്ചു. ദേവൻ ഗൗരവത്തോടെ തല ഉലുക്കി. അതാണ് സാർ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. സർക്കാർ പുനരധിവാസം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ഈ ഊരിലെ ഭൂമി തുച്ഛമായ വില നൽകി തട്ടിയെടുക്കാൻ പുറത്തു നിന്നുമുള്ള ചില മാഫിയകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. വലിയ തുക വാഗ്ദാനം ചെയ്ത് ഈ പാവങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിക്കാനാ അവരുടെ ശ്രമം. അതിന് പിന്നിൽ വലിയൊരു കളിയുണ്ട്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായ സതീഷ് വേഗത്തിൽ മൂപ്പന്റെ അടുത്തേക്ക് ചെന്ന് അയാളുടെ തോളിൽ കൈവച്ചു. മൂപ്പ, അവര് പറയുന്നത് വലിയ ചതിയാ. കൂടുതൽ കാശ് തരാമെന്നും പറഞ്ഞ് അവർ നിങ്ങളുടെ വിരലടയാളം ചില കടലാസുകളിലൊക്കെ വാങ്ങി ഈ ഭൂമി മൊത്തം തട്ടിയെടുക്കും. അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പറ്റിക്കാനാ. അവസാനം നിങ്ങൾക്ക് കാശും കിട്ടില്ല, കിടക്കാൻ ഒരിടവും ഉണ്ടാകില്ല. സർക്കാർ നൽകുന്ന പദ്ധതിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയൂ. പുറത്തു നിന്നും വരുന്ന ആരെയും വിശ്വസിക്കരുത്. ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും മൂപ്പന്റെയും അവിടെ കൂടി നിന്ന മറ്റ് ആദിവാസികളുടെയും മുഖത്ത് അതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഒരു അവിശ്വസനീയത നിഴലിച്ചു നിന്നു. നഗരത്തിൽ നിന്നും വന്ന ഈ ഉദ്യോഗസ്ഥരുടെ വാക്കുകളേക്കാൾ അവർ വിശ്വസിക്കാൻ ശ്രമിച്ചത് കോടികൾ വാഗ്ദാനം ചെയ്തു വന്ന പുറത്തുള്ളവരെയായിരുന്നു. ദേവൻ മെല്ലെ മുന്നോട്ട് വന്ന് മൂപ്പന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ശാന്തമായി എന്നാൽ വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. മൂപ്പ, ഞാൻ പറയുന്നതില് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇവര് പറയുന്നത് സത്യമാ. അവർ നിങ്ങൾക്ക് വലിയ തുക തരാമെന്ന് പറഞ്ഞ് കടലാസുകളിലൊക്കെ ഒപ്പിട്ട് വാങ്ങും. പിന്നെ ഈ കാട്ടിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഉണ്ടാകില്ല. പണവും തീരും, കിടക്കാൻ ഇടവുമില്ലാതെയാകും. അത് വലിയൊരു ചതിയാണ്. ദേവന്റെ കണ്ണുകളിലെ ആത്മാർത്ഥതയും അവന്റെ വാക്കുകളിലെ അധികാരവും മനസ്സിലെ സംശയങ്ങളെ അലിയിച്ചു കളഞ്ഞതുപോലെ മൂപ്പൻ പതിയെ തലകുലുക്കി. തങ്ങളുടെ കൈവശമുള്ള ആധാർ കാർഡും മറ്റു രേഖകളും പുനരധിവാസത്തിനായി നൽകാമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് ഉറപ്പു നൽകി. അപ്പോഴേക്കും സമയം ഉച്ചയോടടുത്തിരുന്നു. ആ കാടിന്റെ തനതായ ആതിഥ്യ മര്യാദയായിരുന്നു പിന്നീട് അവർ കണ്ടത്. ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കുമായി ഊരിലുള്ളവർ ഭക്ഷണം വിളമ്പാൻ തയ്യാറായി. വട്ടയിലകളിൽ ചുട്ടെടുത്ത കപ്പയും അതിന് കൂട്ടായി കാന്താരിമുളക് അരച്ചെടുത്ത എരിവുള്ള ചമ്മന്തിയും അവർ വിളമ്പി. ഒപ്പം കാട്ടിനകത്ത് തെളിഞ്ഞ പുഴയിൽ നിന്നും പിടിച്ചെടുത്ത നാടൻ മീനുകൾ ചേർത്ത് വെച്ച കൊതിയൂർന്ന മീൻകറിയും ആ എരിവ് മാറ്റാനായി കാട്ടിലെ ശുദ്ധമായ തേനും അവർ അതിഥികൾക്കായി നൽകി. ഉദ്യോഗസ്ഥർ ആ ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷത്തിലിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവർക്കു ചുറ്റുമായി ഒരു സുരക്ഷാ വലയം തീർത്തുകൊണ്ട് ജോസഫും അൻവറും സെൻട്രൽ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും തോക്കുകൾ ഏന്തി കാവൽ നിന്നു. കാടിന്റെ ഏത് കോണിൽ നിന്നുമുള്ള അനക്കങ്ങളെയും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്ക് അധികം ആയുസുണ്ടായിരുന്നില്ല. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ കാടിന്റെ നിശബ്ദതയെ കീറി മുറിച്ചും കൊണ്ട് ഇരുൾ മൂടിയ കാടിന്റെ ഉള്ളറകളിൽ നിന്നും ഒരു പറ്റം ആളുകൾ തോക്കുകളും മാരകായുധങ്ങളുമായി മിന്നൽ വേഗത്തിൽ അവർക്ക് നേരെ ചാടി വീണു. ആയുധങ്ങളുമായി കാവൽ നിന്നിരുന്ന പോലീസുകാർ പോലും ആ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയി. അവരുടെ പ്രതികരണശേഷി നഷ്ടപ്പെടുന്നത്ര വേഗത്തിലായിരുന്നു ആ മിന്നലാക്രമണം. തോക്കെടുത്ത് നിറയൊഴിക്കാൻ ഒരുങ്ങും മുൻപേ പോലീസുകാരുടെ എല്ലാം കഴുത്തിലും നെഞ്ചിലുമായി തോക്കിൻ കുഴലുകൾ അമർന്നിരുന്നു. അവർ നിസ്സഹായരായി കീഴടക്കപ്പെട്ടു. അപകടം തിരിച്ചറിഞ്ഞ ദേവൻ ഞെട്ടലോടെ തന്റെ അരയിലെ ഉറയിൽ നിന്നും പിസ്റ്റൾ പുറത്തേക്കെടുക്കാൻ വേഗത്തിൽ കൈനീട്ടി. എന്നാൽ അവന്റെ വിരലുകൾ തോക്കിൽ സ്പർശിക്കുന്നതിന് മുൻപ് തന്നെ തണുത്ത ഒരു തോക്കിൻ കുഴൽ അവന്റെ പിൻകഴുത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. അനങ്ങിയാൽ തലയോട്ടി പൊട്ടി ചിതറും. പിന്നിൽ നിന്നും ഉയർന്ന പരുക്കനായ ശബ്ദം ആ കാറ്റിൽ മുഴങ്ങി. ആ ശബ്ദത്തിലെ താക്കീത് തിരിച്ചറിഞ്ഞ ദേവൻ പതിയെ തന്റെ തോക്കിൽ നിന്നും കൈകൾ പിൻവലിച്ച് മുകളിലേക്ക് ഉയർത്തി. മുഖംമൂടി ധരിച്ച ആയുധധാരികളായ ആ സംഘം അവർക്കു ചുറ്റും ഒരു വലയം തീർത്തിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർ തങ്ങൾക്കു ചുറ്റും ഉയർന്നു നിൽക്കുന്ന തോക്കുകൾ കണ്ട് ജീവൻ പോയ അവസ്ഥയിൽ വിറങ്ങലിച്ചു നിന്നുപോയി. അവരുടെ കണ്ണുകളിൽ മരണഭയം തളം കെട്ടി നിന്നു. കൈകൾ ഉയർത്തി നിൽക്കുമ്പോൾ ദേവന്റെ കണ്ണുകൾ ആ മുഖംമൂടിക്കാരിലൂടെ വേഗത്തിൽ സഞ്ചരിച്ചു. കുറച്ചു നാളുകൾക്ക് മുന്നേ ലഭിച്ച രഹസ്യ മുന്നറിയിപ്പുകൾ സത്യമായിരുന്നു എന്ന് അവൻ ഒരു ഞെട്ടലോടെ തിരിച്ചറിയുകയായിരുന്നു. കാടിനുള്ളിൽ താവളമടിച്ചിരിക്കുന്ന ആ സായുധ സംഘത്തിന്റെ വലയിലാണ് തങ്ങൾ പൂർണ്ണമായും അകപ്പെട്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം ദേവന്റെ സിരകളിൽ ഒരു നിമിഷം മരവിപ്പുണ്ടാക്കി. എങ്കിലും സമചിത്തത കൈവിടാതെ ദേവൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിപ്പിക്കുന്ന മുഖംമൂടി ധരിച്ച ആൾ മുന്നോട്ടേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ഈ പുനരധിവാസ പദ്ധതി പ്രകാരം കാടിന്റെ മക്കളെ കാട്ടിൽ നിന്നും ഒഴിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള വീടുകളൊക്കെ നിർമ്മിക്കണം. അതുപോലെ തന്നെ അവർക്ക് ജീവിക്കാൻ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങളും നൽകണം. അതൊക്കെ അങ്ങനെ തന്നെയല്ലേ നടക്കൂ?
ദേവൻ ശാന്തമായി മറുപടി പറഞ്ഞു. മിസ്റ്റർ എസ്എച്ച്ഒ, നിങ്ങൾ വിവരമില്ലാത്തവനെ പോലെ സംസാരിക്കരുത്. പലപ്പോഴും വാഗ്ദാനങ്ങൾ നൽകി ഇതുപോലുള്ള പാവങ്ങളെ കാട്ടിൽ നിന്നും കുടിയിറക്കിയിട്ട് ഒടുവിൽ അവർക്ക് താമസിക്കാൻ ഒരു കൂര പോലും നൽകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ന്യായമായിട്ടും ഈ ആദിവാസികൾക്ക് എത്തിച്ചേരേണ്ടതായ ധനസഹായങ്ങൾ പലതും അനർഹരായ പലരും തട്ടിയെടുത്തിട്ടുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ്. ആ കാശൊക്കെ ഇവർക്ക് കിട്ടണം. തീർച്ചയായും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അതിനൊക്കെ കഴിവുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാത്തതാണോ? ദേവൻ വിശ്വന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. അതിന് പുച്ഛം നിറഞ്ഞൊരു ചിരിയായിരുന്നു അയാളുടെ മറുപടി. കാടിന്റെ നിയമങ്ങൾക്ക് മുന്നിൽ ഭരണകൂടത്തിന്റെ വാക്കുകളും അധികാരങ്ങളും വില പോകില്ല എന്ന് ആ ചിരി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായൊരു ഉറപ്പ് രേഖകളിലൂടെ ഉണ്ടാകുന്നതുവരെ തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. ദേവനെയും ഉദ്യോഗസ്ഥരിൽ പ്രധാനിയായ സതീഷിനെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് അയാളത് പറഞ്ഞത്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലായിരുന്നു. സതീഷിന്റെയും ദേവന്റെയും കൈകൾ അവർ ബലമായി പുറകോട്ടാക്കി വരിഞ്ഞു കെട്ടി. കറുത്ത തുണികൾ കൊണ്ട് ഇരുവരുടെയും കണ്ണുകൾ മൂടപ്പെട്ടു. ജോസഫ് ഉൾപ്പെടെയുള്ള പോലീസുകാരെയും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെയും അവർ തോക്കിൻ മുനയിൽ നിർത്തി. യാതൊരുവിധ ചെറുത്തുനിൽപ്പിനും അവസരം നൽകാതെ അവരെ ബൊലേറോകളിലും കാറിലേക്കും കയറ്റി കാടിനുള്ളിൽ നിന്നും പറഞ്ഞയച്ചു. പിന്നീട് കണ്ണുമൂടി കെട്ടിയ ദേവനെയും സതീഷിനെയും കൊണ്ട് ആ സായുധ സംഘം ഉൾവനത്തിലേക്ക് നടക്കാൻ തുടങ്ങി. കണ്ണുകൾ മൂടിക്കെട്ടപ്പെട്ടതോടെ ദേവന്റെ ലോകം കൂരിരുട്ടിലേക്ക് വീണു. എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. കാൽച്ചുവട്ടിലെ പാറക്കെട്ടുകളും മരവേരുകളും തപ്പിത്തടഞ്ഞാണ് അവൻ മുന്നോട്ട് നീങ്ങിയത്. കാഴ്ച നഷ്ടപ്പെട്ടതോടെ അവന്റെ ഇന്ദ്രിയങ്ങൾ വല്ലാതെ ജാഗരൂകമായി. തിങ്ങി നിറഞ്ഞ കാടുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടുചെടികളുടെയും മരങ്ങളുടെയും പരുക്കൻ ശിഖരങ്ങൾ ദേവന്റെ ശരീരത്തിൽ ഉരയുന്നുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ നേരിയ ചലനങ്ങളും കിളികളുടെ അപരിചിതമായ ശബ്ദങ്ങളും തൊട്ടടുത്തു നിന്നും കേൾക്കുന്നത് പോലെ അവന് തോന്നി. ദൂരെ എവിടെയോ ഒരു കാട്ടരുവി ശക്തിയോടെ പാറക്കെട്ടുകളിൽ തട്ടി ഒഴുകുന്ന ശബ്ദം ആ കാടിന്റെ നിശബ്ദതയിൽ മുഴങ്ങിക്കേൾക്കാം. അതിനിടയിൽ തൊട്ടടുത്ത് നടക്കുന്ന സതീഷിന്റെ കിതപ്പ് ദേവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ട് തൊണ്ടവരേണ്ട ശബ്ദത്തിൽ സതീഷ് ദേവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ദേവാ, നമ്മളെ ഇവര് എങ്ങോട്ടാ? മിണ്ടരുത്, വായടച്ച് നടന്നോ. തൊട്ടടുത്തു നിന്നും ഉയർന്ന പരുക്കനായ ആജ്ഞ കേട്ട് സതീഷിന്റെ ശബ്ദം തൊണ്ടയിൽ തന്നെ കുരുങ്ങി. അയാൾ ഭയത്തോടെ നിശബ്ദനായി. പുറകിൽ നിന്നുമുള്ള തോക്കിന്റെ തള്ളലിൽ ദേവൻ വീണ്ടും മുന്നോട്ട് നടന്നു. എങ്ങോട്ടാണ് ഈ യാത്ര? ഈ കൂരിരുട്ടിന്റെ അവസാനത്തിൽ തങ്ങളെ കാത്തിരിക്കുന്നത് ജീവനോ അതോ മരണമോ? അത്യധികം ഉത്കണ്ഠയോടെ കാടിന്റെ അജ്ഞാതമായ ഉള്ളറകളിലേക്ക് അവർ നടന്നുകൊണ്ടിരുന്നു. തുടരും. അഭിപ്രായം പറയണേ. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.